നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ തൊണ്ടും ചകിരിയും ഇനി കളയണ്ട. തൊണ്ടും ചകിരിയും കൊണ്ട് അതിമനോഹരമായിട്ടുള്ള കുരുവിക്കൂടുകളുണ്ടാക്കി നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടാം. തൊണ്ടും ചകിരിയും കൊണ്ട് ശ്രദ്ധയോടുകൂടി തൊണ്ടെടുത്ത് അതിൻ്റെ ചകിരി പതുക്കെ ഇതുപോലെ പിരിച്ചെടുക്കണം. പിരിച്ച് എടുത്തതിന് ശേഷം ഉണക്ക ആണെങ്കിലും പച്ചയാണെങ്കിലും വളരെ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിരിച്ചെടുത്ത ചകിരി ഇതുപോലെ കൂട്ടിയിടുക. കൂട്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ തൊണ്ടിൻ്റെ ചകിരിയും ഒരു ചിരട്ടയും കൂടി എടുക്കുക. ചിരട്ട എടുത്ത് നമ്മൾ ചോറ് പൊതിയുന്ന രീതിയിൽ ചകിരിയുടെ ഉള്ളിലേക്ക് വെച്ച് ഒരു ബോൾ പോലെ പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു നൂല് കൊണ്ട് ഓരോന്നും കെട്ടുക. ഓരോന്നും ചുറ്റിക്കെട്ടുക. ഒരു ബോൾ കെട്ടും പോലെ ചുറ്റിക്കെട്ടണം. ചുറ്റിക്കെട്ടി ഇടത് കൈ കൊണ്ട് ഓരോ ചകിരിയും ടൈറ്റാക്കി ഇടത് ഭാഗത്തേക്ക് ടൈറ്റാക്കി പ്രസ് ചെയ്തതിന് ശേഷം നൂല് കൊണ്ട് ഒരു കുരുവിക്കൂട് ആകൃതിയിലേക്ക് മാറ്റണം. മറ്റ് ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ഈ കുരുവിക്കൂട് ചകിരി കൊണ്ടുള്ളത്. വെള്ളം നനഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ചകിരി കൂട് റെഡിയായതിന് ശേഷം അതിൻ്റെ ചിരട്ട ഇരിക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് ഒരു പ്രസ് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ഹോളിനകത്ത് ചെറിയ ടോയ്സ്, കളിപ്പാട്ടങ്ങൾ പോലെയുള്ള പാവകൾ വാങ്ങിച്ചോ കിളികൾ ഒക്കെ വാങ്ങിച്ച് വെച്ച് കൊടുക്കാം. വളരെ ഭംഗിയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ ഗാർഡൻ മനോഹരമായിട്ടിരിക്കുന്ന ഒന്നാണിത്.